ശ്രീ കെ ജയന്ത്. കാർഷിക വൃത്തിയിലേക്ക് നമ്മളെ ജനങ്ങളെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ള കൃഷിമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ നമ്മളത് നിരന്തരമായി ശ്രമങ്ങൾ നടത്തുമ്പോഴും കർഷകർക്ക് അവഗണന മാത്രമാണ് ലഭിക്കുന്നത് എന്നത് ഏറെ സങ്കടകരമാണ് സാർ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ കുടിശ്ശിക പോലും ലഭിക്കാതെ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന സങ്കടകരമായ കഥകൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. അന്നം തരുന്നവരെ അംഗീകരിച്ചില്ലെങ്കിലും അവരെ അവഗണിക്കരുത് സാർ, അവരെ വെയിലത്തും മഴയത്തും നിർത്തരുത്. എൻ്റെ ചോദ്യം കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട് ക്ഷേമനിധികളിലും വിവിധ പദ്ധതികളിലുമായി കർഷകർക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ കൊടുത്തു തീർക്കാനുള്ള തുകയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞിട്ടുള്ള ദീർഘമായിട്ടുള്ള മറുപടി ആവശ്യമുണ്ട്. അതിലെ ചെറിയതായിരിക്കുന്ന ഒരു മേഖലയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. സർ, സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷൂർ ചെയ്ത കർഷകർക്ക് 2025 മുതൽ ഇതുവരെയായി 10,026 കർഷകർക്കായി 32.73 കോടി രൂപ കുടിശ്ശികയായി നൽകാനുണ്ട്. സർ, വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 45.9 കോടി രൂപ സർക്കാരിന് കുടിശ്ശികയുണ്ട്. സർ, പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷൂർ എടുക്കാത്തതായിരിക്കുന്ന വിവിധ കർഷകർക്ക് പ്രകൃതിക്ഷോഭങ്ങൾ മുഖേന നഷ്ടമുണ്ടാകുമ്പോൾ അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഹിതത്തിൽ 2021 മുതലുള്ളതായിരിക്കുന്ന തുക മുഴുവൻ പെൻഡിംഗ് ആണ്. 90 കോടി രൂപ ഈ ഇനത്തിൽ കൊടുത്തു തീർക്കാനുണ്ട്. സർ, കർഷക കടാശ്വാസ കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമായിരുന്നു. സർ, കർഷകർക്ക് കടാശ്വാസ കമ്മീഷൻ അവാർഡ് അനുവദിച്ചതായിരിക്കുന്ന തുകയിൽ സർക്കാരിൻ്റെ വിഹിതം കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രമാണം കിട്ടാത്തതായിരിക്കുന്ന പ്രശ്നം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. 277 കോടി രൂപ ഈ കാര്യത്തിൽ സർ പെൻഡിംഗ് ഉണ്ട്. സർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവിധങ്ങളായിട്ടുള്ള പർച്ചേസുകളിലും നമ്മൾ പെൻഡിംഗ് ആയിട്ടുണ്ട്. കർഷക കടാശ്വാസ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 സംസ്ഥാന സർക്കാർ ആക്ട് പാസാക്കി. അതിനുശേഷം 2020 ക്ഷേമനിധി ബോർഡ് വന്നു. 12,000 കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്തു. പക്ഷേ കർഷകരിൽ നിന്ന് അവരുടെ അംശാദായം വാങ്ങി ഒരു നയാ പൈസ പോലും സംസ്ഥാന സർക്കാർ അടയ്ക്കേണ്ട പണം ഇതുവരെ അടച്ചിട്ടില്ല. ഈ 2026 ഡിസംബറോടുകൂടി അത് ഡ്യൂ ആവുകയാണ്. അത് ഡ്യൂ ആവുന്ന സമയത്ത് ഇതുവരെ 3 കൊല്ലത്തിലധികമാണ് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും നടപ്പിലാക്കേണ്ട ഫയൽ കഴിഞ്ഞ സർക്കാരിൻ്റെ മുമ്പിൽ കാത്തുകെട്ടി കിടന്നത്. പക്ഷേ ഒരു നടപടിയും എടുക്കാതെ ആ പദ്ധതി അനിശ്ചിതമായി തുടരുകയാണ്.